നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷ തള്ളി ദുർഗ് സെഷൻസ് കോടതി. മേൽക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. കേസ് ബിലാസ്പൂർ NIA കോടതിയിലേക്ക്. VC നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. സ്ഥിരം VCമാരെ ഉടൻ നിയമിക്കണമെന്ന് സുപ്രീം കോടതി. താൽക്കാലിക VCമാർക്ക് തുടരാം. ഗവർണർക്ക് വിജ്ഞാപനമിറക്കാമെന്നും സുപ്രീം കോടതി. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ 2 ഭീകരരെ വധിച്ച് സൈന്യം. മേഖലയിൽ ഭീകരർക്കായി ഊർജിത തെരച്ചിൽ. പരിശോധന പ്രത്യേക ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ. കേരളത്തിന്റെ തീരാനോവ്. വയനാട് മഹാദുരന്തത്തിന് ഇന്നൊരാണ്ട്. വരുമാനവും കിടപ്പാടവുമില്ലാതെ ദുരിതബാധിതർ. പാഴ്വാക്കായി പിണറായി സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ. എങ്ങുമെത്താതെ സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ്. ഉരുളെടുത്തവർക്കായി പുത്തുമലയിൽ സർവമത പ്രാർത്ഥന. ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ച തുടർന്ന് രാജ്യസഭ. നെഹ്റുവിന്റെ തെറ്റുകൾ മോദിയുടെ ഭാരതം തിരുത്തുകയാണെന്ന് S. ജയശങ്കർ. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം വൈകിട്ട്. സമൃദ്ധിയുടെ പ്രതീകമായി നിറപുത്തരി. ശബരിമലയിൽ ഭക്തിസാന്ദ്രമായി നിറപുത്തരി ചടങ്ങ്. ശ്രീകോവിലിൽ പൂജിച്ച കതിർക്കറ്റകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. നിസാർ വിക്ഷേപണം ഇന്ന്. ഭൂമിയിലെ ചെറുമാറ്റങ്ങൾ വരെ തിരിച്ചറിയാൻ കഴിയുന്ന അസാധാരണ ഉപഗ്രഹം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരുക. വൈകിട്ട് 5:40. പുത്തൻ പ്രതീക്ഷകളുമായി ISRO നാസ സംയുക്ത പദ്ധതി. റഷ്യയിൽ ഭൂചലനത്തിന് പിന്നാലെ സുനാമിയും. കാംചാട്ക തീരപ്രദേശത്ത് ആഞ്ഞടിച്ച് വൻ തിരമാലകൾ. അമേരിക്കയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പ്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. ദുർഗ് സെഷൻസ് കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചില്ല. കേസ് പരിഗണിക്കാൻ അധികാരമില്ലെന്നും കോടതി. കേസ് ബിലാസ്പൂർ NIA കോടതിയിലേക്ക്. മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി S. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി തള്ളി, ഇന്ന് ദുർഗ് സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു. ഈ കേസ് NIA കോടതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. NIA കോടതിയിലേക്ക് മാറ്റാനുള്ള പശ്ചാത്തലം എന്താണ്? വിശദാംശങ്ങൾ ശ്രീകാന്ത്. ഈ ദുർഗ് സെഷൻസ് കോടതിയുടെ മുന്നിലാണ്. ഇന്ന് ഈ കോടതിയിലേക്കാണ് ഈ കേസ് പരിഗണനയ്ക്ക് വന്നത്. പക്ഷേ ഈ കേസ് കോടതിയിലേക്ക് വന്ന ഘട്ടത്തിൽ തങ്ങൾക്കിത് പരിഗണിക്കാനുള്ള തങ്ങളുടെ പരിഗണനയിൽ വരുന്നതല്ല ഇത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദുർഗ് സെഷൻസ് കോടതി ഇത് തള്ളിയത്. പകരം ബിലാസ്പൂർ സെഷൻസ് കോടതി NIA കോടതിയിലേക്ക് പോകാൻ പറഞ്ഞു. ഈ NIA കോടതിയിലേക്ക് പോകുന്നത് ഒരു തരത്തിലും അതിൽ അവ്യക്തത വരരുത്, ഒരു തരത്തിലും അതിലൊരു കൺഫ്യൂഷൻ വരരുത്. കാരണം അവിടുത്തെ സ്പെഷ്യൽ NIA കോർട്ടാണ്. അത് സെഷൻസ് ജഡ്ജിന്റെ പവറുള്ള ജഡ്ജാണ് അവിടെയുള്ളത്. സെഷൻസ് ജഡ്ജാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ കേസ് പരിഗണിക്കാനുള്ള അധികാരപരിധി അദ്ദേഹത്തിൻ്റെതാണ്. ബിലാസ്പൂർ സ്പെഷ്യൽ NIA കോടതിയിലെ ജഡ്ജിനാണ്. അത് സെഷൻസ് ജഡ്ജിന്റെ അധികാരം കൂടിയുള്ള ജഡ്ജാണത്.
അതിനാലാണ് ആ കോടതിയിലേക്ക് പോയത്. ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ NIA ഇടപെടേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കേസ് NIAക്ക് വിട്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ NIAയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഈ കേസിലേക്ക് ഇതുവരെ വന്നിട്ടുമില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ബിലാസ്പൂരിലെ സ്പെഷ്യൽ NIA കോടതിയിലേക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ അവിടുത്തെ സെഷൻസ് ജഡ്ജ് തന്നെയാണ് ഈ NIA സ്പെഷ്യൽ കോടതിയിലെ ജഡ്ജ് എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിലേക്ക് അദ്ദേഹത്തിന് പരിഗണിക്കാൻ കഴിയുന്ന കേസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ കേസ് ഇവിടെ നിന്നും തള്ളിയത്. സ്വാഭാവികമായും ഇവർക്ക് ആ സെഷൻസ് കോടതിയിലേക്ക് പോകാം. ഇനി അതല്ല എങ്കിൽ മജിസ്ട്രേറ്റ് കോടതി കേസ് തള്ളിയ പശ്ചാത്തലത്തിൽ അവർക്ക് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യാം. സാധാരണഗതിയിൽ ഈ മനുഷ്യക്കടത്തടക്കമുള്ള കേസുകൾ ഈ സെഷൻസ് കോടതിയിൽ നിന്നും തള്ളി വാങ്ങി ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. കാരണം സെഷൻസിൽ നിന്നും ജാമ്യം കിട്ടുമോ എന്നൊരു തവണ നോക്കും. കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോയി അവിടെ നിന്നും ജാമ്യം എടുക്കുക എന്നുള്ളതായിരിക്കാം സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക കേസായതിനാൽ ഇവർ കുറേ കാലം കൂടി കുറേ ദിവസങ്ങൾ കൂടി ജയിലിൽ തുടരേണ്ട ഒരു സാഹചര്യം കൂടി വന്ന പശ്ചാത്തലത്തിൽ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നതിനും ഇവർക്ക് അധികാരമുണ്ട്, ഇവർക്ക് ചുമതലയുണ്ട്. നേരത്തെ ഇതിൽ സംസാരിച്ച TG മോഹൻദാസ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇതിന്റെ FIR വിശദാംശങ്ങൾ അറിയാം, അത് പുറത്തു വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചു. അത് ഇപ്രകാരമാണ്: ഛത്തീസ്ഗഡ് ധർമ്മ സ്വാതന്ത്ര്യ നിയമം 1968 വകുപ്പ് 4 പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത BNS 2023 വകുപ്പ് 143 പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ഒന്ന് മതപരിവർത്തനവുമാണ്, മറ്റൊന്ന് മനുഷ്യക്കടത്തുമാണ്. ഗുരുതരമായ വകുപ്പാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുമാണ്. ഈ കേസിൽ ഈ സംഭവത്തിൽ പങ്കെടുത്ത വ്യക്തി കൂടി, ബജറംഗ് ദളിന്റെ ഇവിടുത്തെ നേതാവ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. आज सेशन में ये लोगों ने कल कोर्ट में पेश किया था, खारिज हो गया. आज सेशन पेश किए तो हम लोग सवेरे 10 बजे से यहाँ पे आपत्ति लगाने के लिए आए थे. हमने आपत्ति लगाया और कोर्ट ने ये कहा कि हम इसमें सुनवाई अभी नहीं कर सकते क्योंकि जांच पूरी नहीं हुई है. उन्होंने NIA बिलासपुर को ट्रांसफर कर दिया. अभी 15-20 दिन फुर्सत है. वो NIA बिलासपुर कोर्ट सेशन कोर्ट है ना, सेशन कोर्ट के ऊपर जाता है. वो NIA का मामला है, वो बिलासपुर चला गया मामला. जय जय श्री राम. ഇതിപ്പോൾ ഇവിടെ ബജറംഗ് ദളിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രദേശത്ത് ഈ കന്യാസ്ത്രീകളെ തടഞ്ഞു വെക്കുകയും അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകൾ പോലീസിനെ കൈമാറുകയും ഒക്കെ ചെയ്തത്. അവരിപ്പോൾ ഈ സംഭവത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഈ കാര്യത്തിൽ ഉറപ്പിച്ച് പറയേണ്ടത്, ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ ഒരു കാര്യം ഇപ്പോൾ ഈ അഭിഭാഷകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആജ് ഭയ്യ ഈ ബജറംഗ് ദളിന്റെ അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം. आपका नाम क्या है? आपका शुभ नाम क्या है? नीरज सिंह राठौर। आज वो कोर्ट में क्या मामला चलता है? कोर्ट में मामला सर ये चल रहा है कि ये अभी 25 जुलाई को 2 ननों द्वारा और एक व्यक्ति द्वारा कुछ 3 युवतियों को ले जाया जा रहा था, बहला फुसला कर ले जा रहे थे, ऐसा पुलिस जांच में आया है. क्यों ये कोर्ट ऐसा कहा है? दुर्ग कोर्ट को वो मैं बता इसमें ऐसा था कि मामला BNS का धारा 143 के तहत आता है. BNS की धारा 143 ये कहती है कि ये मामला NIA कोर्ट के ट्रायल है. इस कोर्ट को ट्रायल का अधिकार नहीं है. ही हैज़ नो जुरिस्डिक्शनल पावर. दैट्स व्हाई बेल इज रिजेक्टेड. वो बिलासपुर कोर्ट के बिलासपुर NIA कोर्ट जाएंगे. देखा होता राइट पावर. यस, बिलासपुर कोर्ट NIA कोर्ट, इसलिए उधर जाएगा. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ജ്യോതി ശർമ്മ കൂടി ചേരുന്നുണ്ട്. ജ്യോതി ശർമ്മയുടെ അടക്കം നേതൃത്വത്തിലാണ് ഈ പ്രശ്നം ഇത്രയധികം മുൻപിലേക്ക് കൊണ്ടുവന്നത്. हिंदी हाँ पूछिए क्वेश्चन. आज कोर्ट में क्या मामला चलता है? कोर्ट में उन लोग अपने जमानत के लिए लगाए हैं और जो 2 नन हैं जो तस्कर हमारी बच्चियों को लेके जा रही थी उनके लिए लगाए हुए थे. हमारे वकील भाई लोग उसको खारिज करवा दिए हैं. इधर छत्तीसगढ़ में ज्यादा धर्म परिवर्तन चलते हैं. बिल्कुल चल रहा है. क्रिश्चियन लोगों का पैनी नजर है छत्तीसगढ़ को. ये दीमक लोगों का खाने का पैनी नजर है. यहाँ हम लोग दीमक बोलते हैं छत्तीसगढ़ के लोग क्रिश्चियन लोगों को. जो पूरा कहा जाता है वो दीमक है. इधर इन लोग पैसा दे के गरीब लोगों को अपने में मिला रहा है. अपने में समझ गया ना, ये क्रिश्चियन बना रहा है इन लोगों को. जो गरीब है जिसके पास खाने का दाना नहीं है उसको पैसा दे रहा है. बोले तुम्हारा इलाज कराएंगे, बच्चे को फ्री में पढ़ाएंगे. करना कुछ नहीं है,
सिर्फ इन लोग अपने धर्म में मिला रहे हैं, मिलाने के बाद चर्च बुलाते हैं, उसके ऊपर कुछ काम नहीं है। തീർച്ചയായും അനിൽ നമ്പ്യാർ, ഇപ്പോൾ ബജരംഗ ദളിന്റെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് മതപരിവർത്തനത്തിന് വേണ്ടി ഈ പെൺകുട്ടികളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. വ്യാപകമായ മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ നടക്കുന്നു എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി മതപരിവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ആ അഭിഭാഷകനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് 143 ചാർജ് ചെയ്തിട്ടുണ്ട്. മനുഷ്യക്കടത്ത് ചാർജ് ചെയ്തതിനാൽ ഈ ദുർഗ് കോടതിക്ക്, സെഷൻസ് കോടതിക്ക് അത് പരിഗണിക്കുന്നതിന് കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനാൽ അത് ശ്രീകാന്ത് ഞാൻ ശ്രീകാന്തിലേക്ക് വരാം. ഒരു നിമിഷം കാസയുടെ പ്രതിനിധി കെവിൻ പീറ്റർ ചേരുന്നു. കെവിൻ പീറ്റർ, കന്യാസ്ത്രീകൾക്ക് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചില്ല, ഈ കേസ് തന്നെ പരിഗണിച്ചില്ല, അവരുടെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇത് NIA കോടതിയിലേക്ക് മാറിയിരിക്കുകയാണ്. NIA കോടതി, സെഷൻസ് കോടതി ജഡ്ജിയുടെ അതേ അധികാരമുള്ള NIA കോടതി കേസ് പരിഗണിക്കും. ഈ വിഷയത്തെ ഈ പശ്ചാത്തലത്തിൽ എങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? കേൾക്കാം. എനിക്ക് ഈ വിഷയത്തിൽ ചെറിയ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അതായത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ തലാലിന്റെ സഹോദരനെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും എല്ലാം ചേർന്ന് എങ്ങനെ പ്രകോപിപ്പിച്ച് കാര്യങ്ങൾ വഷളാക്കിയോ എന്നതുപോലെ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ തീരേണ്ടിയിരുന്ന ചെറിയ ഒരു വിഷയത്തെ ഇത്രയധികം ഇവിടുത്തെ രാഷ്ട്രീയ ഇടപെടലും മാധ്യമ ഇടപെടലും കൊണ്ട് ഇത്രയധികം വഷളാക്കി ഈ അവസ്ഥയിൽ എത്തിച്ചു. എല്ലാവർക്കും സന്തോഷമായല്ലോ. ഇത് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ തൽക്കാലം പ്രതികരിക്കാനുള്ളത്. ഓക്കെ കെവിൻ പീറ്റർ. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ രാജ്യസഭയിൽ ചർച്ച തുടരുന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് ഇന്നത്തെ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് ഭാരതം കനത്ത പ്രഹരം നയതന്ത്ര തലത്തിലും നൽകി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ല എന്ന സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയത്. ആരുടെയും മധ്യസ്ഥത ഭാരതത്തിന് ആവശ്യമില്ല. തഹാവൂർ റാണ ഉൾപ്പെടെയുള്ള ഭീകരരെ നിയമ നടപടികൾക്കായി ഭാരതത്തിലെത്തിച്ചു. നെഹ്റുവിൻ്റെ തെറ്റുകൾ മോദിയുടെ ഭാരതം തിരുത്തുകയാണെന്നും ജയശങ്കർ രാജ്യസഭയിൽ വ്യക്തമാക്കി. They had normalized terrorism. They made out हाँ terrorism हो गया, बट चलिए डायलॉग के लिए चले जाते. हर बार से इतनी बड़ी घटना होती है, मुंबई 26/11 होती, ट्रेन बॉम्बिंग होती है, कुछ महीने बाद आप कहते हैं नहीं ठीक है, वो हो गया, चलिए बात के लिए चल. And I know some members raised some issues about it, but I want to say dams may have taken years to build before. This is Modi government. Things are different. You will see the change on the ground. And again, I repeat, blood and water will not flow. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ നയതന്ത്ര തലങ്ങളല്ലേ ഇന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ രാജ്യസഭയിൽ വിശദമായി വ്യക്തമാക്കിയത്? തീർച്ചയായും അനിൽ നമ്പ്യാർ, ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിനൊപ്പം നിന്നതും ഭീകരതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചതും ഭാരതത്തിന്റെ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമാണ് എന്നുള്ളതാണ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ രാജ്യസഭയിൽ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ഒരു നേതാവും ഭാരതത്തിന്റെ സൈനിക നടപടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം പ്രതിപക്ഷത്തിന്റെ ഒരു പ്രധാന ആരോപണമായിരുന്നു ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് ഭാരതം വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് എന്നുള്ളത്. അതിൽ വളരെ കൃത്യമായൊരു വിശദീകരണം ഇന്നിപ്പോൾ S. ജയശങ്കർ നൽകിയിരിക്കുകയാണ്. ട്രംപ് ഉൾപ്പെടെ ഒരു നേതാവും ഭാരതത്തിന്റെ സൈനിക നടപടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, ആ കാലയളവിൽ പെഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറിന്റെയും കാലയളവിൽ അമേരിക്കൻ പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഫോണിലൂടെയും അല്ലാതെയും ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല എന്ന കാര്യം കൂടിയും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുകയാണ്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വിസ റദ്ദാക്കിയതും സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും ഓപ്പറേഷൻ സിന്ദൂറും ഉൾപ്പെടെ വിവിധ തലത്തിലുള്ള നടപടികൾ ഭാരതം സ്വീകരിച്ചു. ബഹവൽപൂർ ഉൾപ്പെടെ ഭീകര കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തു. പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ തകർത്തു. അത്തരത്തിൽ ഭീകരതയ്ക്കെതിരെ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന സന്ദേശം ഭാരതം നൽകിയിട്ടുണ്ട്. എന്നാൽ മുൻപ് കോൺഗ്രസ് ഭരണത്തിൽ ഏത് ഭീകരാക്രമണം ഉണ്ടാകുമ്പോഴും, മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഭീകരാക്രമണം കഴിഞ്ഞു, ഇനി ചർച്ച നടത്താമെന്ന നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസ് ഭരണത്തിൽ ഭീകരതയ്ക്ക് തിരിച്ചടി നൽകില്ല എന്നൊരു പൊതുധാരണ ലോകത്തിന് മുഴുവൻ ഉണ്ടായിരുന്നു. എന്നാൽ കാലം മാറി. ഇത് പുതിയ ഭാരതമാണ്, മോദിയുടെ ഭാരതമാണ്. ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും. രാജ്യത്തിനെതിരെ ഉയരുന്ന
ഒരു ചോദ്യവും മറുപടി നൽകാതെ വിട്ടുപോകില്ല എന്നുള്ളതാണ് എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ നെഹ്റുവിന്റെ തെറ്റുകൾ പോലും മോദിയുടെ ഭാരതം തിരുത്തി വരികയാണ്. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാനാകില്ല എന്ന് ഭാരതം തെളിയിച്ചു. തഹാവൂർ റാണ ഉൾപ്പെടെയുള്ള ഭീകരരെ ഭാരതത്തിലേക്ക് എത്തിച്ച് നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയമാണ്. അറബ് രാജ്യങ്ങളെയും യൂറോപ്യൻ യൂണിയനും റഷ്യയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഭീകരതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചതും UN സുരക്ഷാ സമിതി പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രസ്താവന ഇറക്കിയതും ഭാരതത്തിന്റെ വിജയമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യസഭയിൽ ചർച്ച തുടരുകയാണ്. 3 മണിക്ക് കേന്ദ്രമന്ത്രി JP നദ്ദ സംസാരിക്കും. ചർച്ചകൾക്കൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗമുണ്ടാകും. അനിൽ നമ്പ്യാർ. ഓപ്പറേഷൻ സിന്ധു വിഷയത്തിൽ രാജ്യസഭയിൽ ചർച്ച തുടരുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നത്തെ ചർച്ചകൾക്ക് തുടക്കമിട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് ഭാരതം കനത്ത പ്രഹരം നയതന്ത്ര തലത്തിലും നൽകി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ല എന്ന സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ധു നൽകിയത്. ആരുടെയും മധ്യസ്ഥത ഭാരതത്തിന് ആവശ്യമില്ലെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്. ജമ്മുകാശ്മീരിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ച സൈന്യം പൂഞ്ച് മേഖലയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെയാണ് സുരക്ഷാസേന വധിച്ചത്. കരസേനയും CRPFും ജമ്മുകശ്മീർ പോലീസും ചേർന്ന പ്രത്യേക ദൗത്യ സംഘം മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. അൽ ഖൈദയുമായുള്ള ബന്ധത്തെ തുടർന്ന് യുവതി ബംഗളൂരുവിൽ അറസ്റ്റിൽ. അൽ ഖൈദയുമായി ബന്ധമുള്ള സമാ പർവീൻ ആണ് അറസ്റ്റിലായത്. ഗുജറാത്ത് പോലീസിൻ്റെ ഭീകരവിരുദ്ധ സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത്. അൽ ഖൈദയുടെ സ്ലീപ്പർ സെല്ലായി ഇവർ പ്രവർത്തിച്ചു വരികയായിരുന്നു. സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. സ്ഥിരം VCമാരുടെ നിയമനം ഉടൻ നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അതുവരെ താൽക്കാലിക VCമാർക്ക് തുടരാം. അതിനായി ഗവർണർക്ക് വിജ്ഞാപനം ഇറക്കാമെന്നും സുപ്രീം കോടതി. കേരള സർവകലാശാലയിലെ വിഷയങ്ങളിൽ സർക്കാരിൻ്റെ അനുനയ നീക്കം വീണ്ടും പാളി. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെ വിളിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. അതേസമയം മുൻ രജിസ്ട്രാർ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ അംഗീകരിക്കാതെ സമവായത്തിനില്ലെന്ന് VC നിലപാട് വ്യക്തമാക്കി. സർവകലാശാല ചാൻസലറായ ഗവർണറെ മുഖ്യമന്ത്രി ആദ്യം കണ്ടു. തൊട്ടുപിന്നാലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഗവർണറെ കാണാൻ രാജ്ഭവനിലെത്തി. ഇവിടെയും സമവായം പാളിയതോടെ കൂടിയാണ് VC വഴി അനുനയത്തിന് വീണ്ടും സർക്കാർ ഒരുങ്ങുന്നത്. ഇന്ന് രാവിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു VCയെ ഫോണിൽ ബന്ധപ്പെട്ടു. എന്നാൽ അനുനയ നീക്കത്തിന് തയ്യാറല്ലെന്നും KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിക്കും വരെ നിലപാട് തുടരുമെന്നും ഡോക്ടർ മോഹൻ കുന്നുമേൽ വ്യക്തമാക്കി. ഇതോടെ 2ാം തവണയും മന്ത്രിതല അനുനയ നീക്കം പാളിയിരിക്കുകയാണ്. അതേസമയം യൂണിയൻ ഫണ്ട് ലഭിക്കാൻ SFI മുൻ രജിസ്ട്രാർ അനിൽകുമാറിനെ കൈവിട്ടു. അനിൽകുമാറിനെ ഒഴിവാക്കി രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പൻ ഫണ്ട് അനുവദിക്കാനുള്ള ഫയല് കൈമാറി. മിനി കാപ്പന്റെ ശുപാർശയോടുള്ള ഫയലിൽ വൈസ് ചാൻസലർ 10 ലക്ഷം രൂപ ആദ്യ ഗഡുവായി യൂണിവേഴ്സിറ്റി യൂണിയന് അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടു. ഇന്ന് തന്നെ തുക യൂണിയന് കൈമാറണമെന്ന VC ഫൈനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് സുരക്ഷയിൽ സർവകലാശാലയിലെത്തിയ VC പ്രധാന ഫയലുകളിൽ ഒപ്പുവെച്ചു. ജനം, തിരുവനന്തപുരം. സന്യാസി ശ്രേഷ്ഠർ നേതൃത്വം നൽകുന്ന ധർമ്മ സന്ദേശ യാത്രയ്ക്ക് ഒക്ടോബർ 7 കാസർഗോഡ് നിന്ന് തുടക്കമാകും. ഒക്ടോബർ 7 മുതൽ 21 വരെയാണ് ധർമ്മ സന്ദേശ യാത്ര. യാത്രയുടെ ഭാഗമായി മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഗൃഹസമ്പർക്ക പരിപാടി നടന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ധർമ്മസന്ദേശ യാത്ര സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 7 മുതൽ 21 വരെയാണ് ധർമ്മസന്ദേശ യാത്ര. ഒക്ടോബർ 9 യാത്ര കോഴിക്കോട് എത്തിച്ചേരുക. യാത്രയുടെ ഭാഗമായ ഗൃഹസമ്പർക്ക പരിപാടി മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പുതിയാപ്പയിൽ വെച്ച് നടന്നു. സന്യാസി ശ്രേഷ്ഠന്മാർ സമൂഹത്തിലിറങ്ങി ബോധവൽക്കരണം നടത്തുക എന്നതാണ് ധർമ്മസന്ദേശ യാത്രയുടെ പ്രധാന ലക്ഷ്യമെന്ന് സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. നമുക്കിതുവരെയും രാമായണം മഹാഭാരതം ഒന്നും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത ഇതെല്ലാം വിദേശ രാജ്യങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ശരിയായിട്ട് അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്
എഡ്യൂക്കേഷൻ ഫോർ ലിവിങ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം രണ്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ പോയാൽ അവർ പഠിപ്പിക്കുന്നത് ഉപജീവനമാണ്. ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവുകളാണ് അവർക്ക് കിട്ടുന്നത്. കെമിസ്ട്രി, ഫിസിക്സ്, അല്ലെങ്കിൽ മാത്സ്, സോഷ്യൽ സ്റ്റഡീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിക്കുമായിരിക്കും. പക്ഷേ ഒരു പ്രശ്നം വരുമ്പം ഈ കെമിസ്ട്രിയും മാത്സും സോഷ്യോളജി ഇതൊന്നും നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് കോഴിക്കോട് മഹാനഗർ ജില്ലാ അധ്യക്ഷൻ NK സജിത്, സെക്രട്ടറി ജയരാജ് മലയിൽ എന്നിവർ പങ്കെടുത്തു. ജനം, കോഴിക്കോട്. ഉള്ളുപൊട്ടലിന് ഒരാണ്ട്. കേരളത്തിന്റെ കണ്ണീരായി മാറിയ വയനാട് മുണ്ടക്കായി ചുരൽമല ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് ഒരാണ്ട്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ഗ്രാമത്തെ സർവനാശത്തിലേക്ക് തള്ളിയിട്ട മഹാദുരന്തം. വാക്കുകൾ വിവരിക്കുന്നതിന് അപ്പുറം സമാനതകളില്ലാത്ത ദുരന്തത്തിൽ പകച്ചു നിൽക്കുകയാണ് ഈ നാട് ഇന്നും. വലിയ പ്രകൃതി ഭംഗിയേറിയ ഒരു സ്ഥലമായിരുന്നു ഈ ചൂരൽമല എന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ അവസ്ഥ ഇപ്പം ഈ ഒരു രീതിയിലാണ്. നിരവധി പ്രശ്നങ്ങളാണ് ശരിക്കും ഈ ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സമയം രാത്രി 11:45. വലിയൊരു ശബ്ദത്തോടു കൂടിയാണ് പുഞ്ചിരിമട്ടം മലയിലെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീണത്. രാത്രിയിലെ അഗാധ നിദ്രയിൽ ആരും ഒന്നും അറിഞ്ഞില്ല. കൂടെ കോരിച്ചൊരിയുന്ന മഴയും. തുടർന്ന് 12 മണിക്കും 1 മണിക്കുമിടയിൽ ഉരുളിന്റെ അവശിഷ്ടങ്ങൾ പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കയത്തെയും ചൂരൽമലയെയും അപ്പാടെ മിഴുങ്ങി. എങ്ങും കല്ലും ചെളിയും മാത്രം. തൊട്ടടുത്ത് നിൽക്കുന്നത് പോലും കാണാൻ കഴിയാത്തത്ര കൂറ്റാക്കൂരിരുട്ടും. പുലർച്ചെയായതോടെയാണ് ആദ്യ ശബ്ദ സന്ദേശം ജില്ലാ ഭരണകൂടത്തിന് ലഭിക്കുന്നത്. എന്നാൽ പുന്നപ്പുഴ ഗതിമാറി ഒഴുകിയതും കൂറ്റൻ പാറകളും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. പിന്നീട് നാട് കണ്ടത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ്. ലഭ്യമാകുന്ന മുഴുവൻ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത മേഖലയിലേക്ക് എത്തി. ഒപ്പം നാട്ടുകാരും. പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത ഏവരും രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. NDRF, ഫയർഫോഴ്സും പോലീസും ചേർന്ന പുന്നപ്പുഴയ്ക്ക് കുറുകെ വടം കെട്ടി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. സൈന്യം കൂടി സ്ഥലത്തെത്തിയതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിലായി. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് നിർമ്മിച്ച ബെയിലി പാലത്തിലൂടെ പുഞ്ചിരിമട്ടം വരെ രക്ഷാപ്രവർത്തനമെത്തി. ഇവിടങ്ങളിൽ നിന്നെല്ലാം മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തി. കുടുംബത്തിലെ എല്ലാവരും മണ്ണിനടിയിലായി ഒറ്റപ്പെട്ടവർ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾ, സുഹൃത്തുക്കൾ, അയൽപ്പക്കക്കാർ. കൂറ്റൻ പാറകൾക്കിടയിലും നിറഞ്ഞു നിൽക്കുന്ന ചെളിയിലും അവരെ തപ്പിയിറങ്ങിയ മനുഷ്യർ. ഒരു നാടിന്റെ തന്നെ കണ്ണീരായി ചൂരൽമല മാറി. ദുരന്തത്തിൽ ആകെ 298 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 32 പേരെ ഇതുവരെയും കണ്ടെത്താനായില്ല. ഒരു വർഷത്തിനിപ്പുറവും ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും തേങ്ങുകയാണ്. ഉരുൾപൊട്ടലിന്റെ ഭീകരത മനസ്സിലാക്കാൻ ഈ ഒരു കല്ല് കണ്ടാൽ തന്നെ മതിയാകും. ഇത്തരത്തിൽ നിരവധി പാറക്കഷ്ണങ്ങളും കല്ലുകളുമാണ് പുഞ്ചിരിമട്ടത്തേക്കും മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും ഒഴുകിയെത്തിയത്. ക്യാമറമാൻ അനീഷ് കാട്ടക്കടക്കൊപ്പം അർജുൻ PS, ജനം, വയനാട്. രാജ്യത്തെ നടുക്കിയ വയനാട് മുണ്ടക്കായ് ചുരൽമല ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിച്ച് ജന്മനാട്. ഉരുൾപൊട്ടലിലുണ്ടായി ഒരു വർഷം പൂർത്തിയായ ഇന്ന് ഭൗതികദേഹങ്ങൾ സംസ്കരിച്ച പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥന നടന്നു. വികാരനിർഭരമായിരുന്നു ചുരൽമലയിലെ കാഴ്ചകൾ.
കോട്ടയം മുണ്ടക്കയം മതമ്പയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കോട്ടയം തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം നടത്തി BJP പ്രവർത്തകർ. രാവിലെ കാട്ടാന ആക്രമണമുണ്ടായ സ്ഥലം MLAയോ ജില്ലാ കളക്ടറോ സന്ദർശിച്ചില്ല. കുടുംബത്തെ അവഗണിക്കുകയായിരുന്നുവെന്ന് BJP ആരോപിച്ചു. കോട്ടയം ജില്ലാ കളക്ടറുമായി BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ ബന്ധപ്പെട്ടു. പുരുഷോത്തമന്റെ കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് എരുമേലി ഫോറസ്റ്റ് ഓഫീസ് കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകാമെന്ന് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് കുടുംബാംഗങ്ങൾ മൃതദേഹം ഏറ്റുവാങ്ങിയത്. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റും മറികടന്ന് കേരളത്തിൻ്റെ കടമെടുപ്പ്. പൊതുകടം നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ 4 മാസത്തിനുള്ളിൽ 4,88,091 കോടിയായി ഉയർന്നു. ഡിസംബറോടെ സംസ്ഥാനത്തിൻ്റെ പൊതുകടം 5,620 കോടിയായി മാറും. ജനം എക്സ്ക്ലൂസീവ്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് രേഖകൾ പ്രകാരം 2026 മാർച്ച് 31 ആകുമ്പോഴേക്കും സംസ്ഥാനത്തിൻ്റെ കടബാധ്യത 4,81,997 കോടിയായി മാറുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ 4-ാം മാസം അവസാനിക്കുമ്പോഴേക്കും ഈ പരിധിയെല്ലാം മറികടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ കടക്കെണി. 4,71,091 കോടി രൂപയായിരുന്നു 2024-25 സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ കേരളത്തിൻ്റെ ആകെ കടബാധ്യത. നടപ്പ് സാമ്പത്തിക വർഷം സർക്കാർ ഇതുവരെ പൊതുവിപണിയിൽ നിന്നും കടമെടുത്തത് 17,000 കോടി. ഇതോടെ സംസ്ഥാനത്തിൻ്റെ ആകെ സാമ്പത്തിക ബാധ്യത 4,88,091 കോടിയായി മാറി. ഈ സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ചതിലും 6,094 കോടി അധികം. ഡിസംബർ വരെ കേരളത്തിന് 12,529 കോടി കൂടി കടമെടുക്കാം. ഓണക്കാല തദ്ദേശ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കടക്കം പ്രധാന പണസ്രോതസ് കടമെടുപ്പായതിനാൽ ഡിസംബറിനുള്ളിൽ ഈ തുക കൂടി സർക്കാരിൻ്റെ കടക്കണക്കിലെത്തും. ഇതോടെ സംസ്ഥാനത്തിൻ്റെ ആകെ കടബാധ്യത 5 ലക്ഷം കോടി എന്ന വലിയ സംഖ്യയും മറികടന്ന് ആകെ 5,620 കോടിയായി മാറും. 2025 ഡിസംബർ വരെ പ്രതീക്ഷിക്കുന്ന കേരളത്തിൻ്റെ ആകെ കടബാധ്യതയാണ് 5,620 കോടി. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പിന്നെയും 3 മാസമുള്ളതിനാൽ കടക്കെണി വീണ്ടും വർദ്ധിക്കും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ബീഹാറിൽ ആശാവർക്കർമാരുടെയും മമതാ പ്രവർത്തകരുടെയും വേതനം വർദ്ധിപ്പിച്ച് നിതീഷ് കുമാർ സർക്കാർ. ആശാപ്രവർത്തകർക്ക് ലഭിച്ചിരുന്ന 1,000 രൂപയ്ക്ക് പകരം ഇനി മുതൽ 3,000 രൂപ നൽകും. മാതൃത്വ ആരോഗ്യ പരിപാലന വിഭാഗമായ മമതാ പ്രവർത്തകർക്ക് ഓരോ പ്രസവത്തിനും 600 രൂപ വീതം നൽകാൻ തീരുമാനമായി. നേരത്തെ ഇത് 300 രൂപയായിരുന്നു. വേതന വർധനവിലൂടെ പ്രവർത്തകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അതിലുപരി ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ലക്ഷ്യമിടുന്നതായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ രൂക്ഷമായ വിലക്കയറ്റത്തിൽ വേറിട്ട പ്രതിഷേധവുമായി മഹിളാ മോർച്ച. കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിൽ മണ്ണ് വിളമ്പി സമരം നടത്തിയായിരുന്നു പ്രതിഷേധം. പരിപാടി BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരോട് ഇത്രയും ക്രൂരത കാണിച്ച മറ്റൊരു ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. BJP നോർത്ത് ജില്ലാ അധ്യക്ഷൻ KK വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ മോർച്ചയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. തിരുവനന്തപുരം കവടിയാറിൽ കോടികൾ വില വരുന്ന വീടും വസ്തുവും തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയായ DCC അംഗം പിടിയിലായതിന് പിന്നാലെ റവന്യൂ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങി പോലീസ്. ഒളിവിലായിരുന്ന കേസിലെ മുഖ്യപ്രതി അനന്തപുരി മണികണ്ഠനെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് മ്യൂസിയം പോലീസ് പിടികൂടി. മണികണ്ഠൻ്റെ സഹോദരനെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. US-ൽ സ്ഥിര താമസക്കാരിയായ വനിതാ ഡോക്ടറുടെ ജവഹർ നഗറിലുള്ള 5.5 കോടിയുടെ കെട്ടിടവും സ്ഥലവും വ്യാജരേഖകൾ ഉപയോഗിച്ച് കൈക്കലാക്കി മറിച്ചുവിറ്റെന്നാണ് കേസ്. നേരത്തെ പിടിയിലായ കൊല്ലം സ്വദേശി മെറിൻ്റെയും കരകുളം സ്വദേശി വസന്തയുടെയും മൊഴിയിൽ നിന്നാണ് മുഖ്യപ്രതിയായ മണികണ്ഠനെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. പ്രവാസിയായ സ്ത്രീയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി തട്ടിയെടുക്കാൻ വ്യാജ ഇഷ്ടദാന കരാർ ഉൾപ്പെടെ ഉണ്ടാക്കിയത് മണികണ്ഠനെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. തട്ടിപ്പിനായി വ്യാജ ആധാരം നിർമ്മിക്കാനുള്ള ഈ സ്റ്റാമ്പ് എടുത്തതും രജിസ്ട്രേഷൻ ഫീസ് അടച്ചതും സഹോദരൻ മഹേഷിൻ്റെ ലൈസൻസ് ഉപയോഗിച്ചാണ്. സ്വന്തമായി ലൈസൻസ് ഉണ്ടായിട്ടും അതുപയോഗിക്കാതെ സഹോദരൻ്റെ ലൈസൻസ് ഉപയോഗിച്ചത് തട്ടിപ്പ് നടത്തിയതും ആസൂത്രിതമാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. കഴിഞ്ഞ ദിവസം മണികണ്ഠനെ ബാംഗ്ലൂരിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. മണികണ്ഠനെ കൂടുതൽ ചോദ്യം ചെയ്യാനും വില്ലേജിൽ നിന്നോ റവന്യൂവിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. എനിക്ക് പുറകിൽ കാണുന്ന ഈ കെട്ടിടമാണ്
കോൺഗ്രസ് പ്രാദേശിക നേതാവും സംഘങ്ങളും ചേർന്ന വ്യാജരേഖ ചമച്ച് വിൽപ്പന നടത്തിയത്. സുതാര്യമാണെന്ന് അവകാശപ്പെടുന്ന റവന്യൂ സംവിധാനത്തെ കബളിപ്പിക്കാൻ ഇത്ര എളുപ്പമാണോ എന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം. അന്വേഷണം വീണ്ടും ആരംഭിക്കുമ്പോൾ, തുടർന്ന് മുന്നോട്ടു പോകുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ട സത്യം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. ഋഷിയിൽ സുനാമി 3 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചു. കാംചാട്ക തീരപ്രദേശത്ത് സുനാമി. റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് സുനാമി. ജപ്പാനിലും ഹൊക്കൈഡോ ദ്വീപിലും സുനാമി എന്ന് വിവരമുണ്ട്. അമേരിക്കയിലും സുനാമി മുന്നറിയിപ്പുണ്ട്. തൃശ്ശൂരിൽ ഗർഭിണി ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. വെള്ളാങ്ങല്ലൂർ കാരുമാത്ര നെടുങ്കോണം വലിയകത്ത് നൗഫലിൻ്റെ ഭാര്യ ഫസിലയാണ് മരിച്ചത്. നൗഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്ക് 10 മാസം പ്രായമുള്ള കുട്ടിയുണ്ട്. ഭർത്താവ് ഉപദ്രവിച്ചിരുന്നുവെന്ന് ഫസില പറയുന്ന വാട്സാപ്പ് ചാറ്റുകളും പുറത്തായി. മുമ്പും യുവതിക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് കുടുംബം പ്രതികരിച്ചു. എന്നോട് വന്നേ പിന്നെയാണ് നമ്മളിതൊക്കെ വിശേഷമായിട്ട് എല്ലാം അറിയണേ. അപ്പോൾ പയ്യൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ചൊരു ചെറിയ അടിപിടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബക്കാർക്കുള്ള വിഷമം കൊണ്ട് ഇത് സംസാരിച്ച് പോകും, പറഞ്ഞ വാക്ക് അവർക്ക് പറ്റിയില്ല. അപ്പോൾ അതിൽ ആണ് പിന്നെ പോലീസ് വന്ന് അവനെ കൊണ്ടുപോയത്. ഇതുവരെയാണ് അത് അറിയുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഇവരെല്ലാം അറിയാൻ പറ്റും. അതിനിടയ്ക്ക് ഇവനെ വെച്ച് സംസാരിച്ച് പോകും, പറഞ്ഞു ഞാൻ ചവിട്ടി എന്ന് ഇവൻ പറഞ്ഞത് പറയണത്. ഞാൻ ദൃസാക്ഷിയല്ല. ചെറിയ കുടുംബത്തിൽ എല്ലാ വീട്ടിലുണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടായിരുന്നു. 2 മാസം മുമ്പ് ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ മറ്റേ റഷീദ് എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വാപ്പ ഞാൻ അങ്ങോട്ട് വന്ന് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മോള് പറഞ്ഞു വേണ്ട, വാപ്പയും ഉമ്മയും വന്നു കഴിഞ്ഞൊരു ഇഷ്യൂസ് ഇവിടെ ഉണ്ടാക്കണ്ട, അപ്പോൾ ഏതെങ്കിലും സോൾവ് ചെയ്താണ് ഞങ്ങൾ പോയിക്കൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ച് നിന്നുകൊണ്ട് എന്നാണ് ആ കുട്ടി പറഞ്ഞതെന്ന് പറയണം. അതെന്ത് വിഷയമാണെന്ന് ഇതിൽ നടന്നേക്കണം, എന്താണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള ഈ മരിച്ച കുട്ടിക്കും അവർക്കൊരു 3 പേർക്ക് അറിയുള്ളൂ. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്തേ.